ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഡെഫിനേഷൻസ് ഓഫ് എക്കണോമിക്സിനെ കുറിച്ചിട്ടാണ്. നമുക്കപ്പോൾ എന്താണ് എക്കണോമിക്സ് എന്ന് നോക്കാം. എക്കണോമിക്സ് പറഞ്ഞ ഒരു വാക്ക് വന്നിട്ട് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് ഡിറൈവ് ആയതാണ്. എക്കണോമിയ എന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന്. അപ്പോൾ എന്താണ് അതിൽ അർത്ഥം വരുന്നത് നോക്കാം. Managing a household with limited resources. A word economics has derived from ancient Greek word economia. It means managing a household with limited resources. നമുക്ക് എങ്ങനെ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് ഹൗസ് ഹോൾഡിനെ മാനേജ് ചെയ്യാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ എക്കണോമിക്സ് വന്നിട്ട് ഒരു സോഷ്യൽ സയൻസ് ആണ് എന്ന് അറിയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് എക്കണോമിക്സ് കൊണ്ട് സോഷ്യൽ ഏത് എന്ന് നോക്കാം. ഇറ്റ് ഈസ് കോൾഡ് സോഷ്യൽ ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് മാൻകൈൻഡ് ആൻഡ് സൊസൈറ്റി. ബിസൈഡ് ഇറ്റ് ഡീൽസ് വിത്ത് ദ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഈ എക്കണോമിക്സിൽ വന്നിട്ട് മാൻകൈൻഡ്, സൊസൈറ്റി, ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ആസ്പെക്റ്റ് ഇതിനെക്കുറിച്ചിട്ടെല്ലാം സ്റ്റഡി ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൽ എക്കണോമിക്സ് സോഷ്യലാണ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിന് എക്കണോമിക്സ് വന്നിട്ട് സയൻസ് ആണ് എന്നും പറയുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് സയൻസ് ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് സോഷ്യൽ പ്രോബ്ലംസ് ഫ്രം എ സ്പെസിഫിക് വ്യൂ പോയിൻ്റ്. ഇവർ സോഷ്യൽ പോയിൻ്റ് സ്റ്റഡി ചെയ്യുമ്പോൾ അവർക്ക് ഒരു സയൻറ്റിഫിക് വ്യൂ പോയിൻ്റ് ലഭിക്കുന്നത് കൊണ്ടാണ് അവരത് എക്കണോമിക്സ് വന്നിട്ട് സയൻസും കൂടിയാണ് എന്ന് പറയാൻ തുടങ്ങിയത്. അങ്ങനെയാണ് എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. അതേപോലെ പ്രൊഫസർ സൈമൺസൺ വൺസ് കോൾഡ് എക്കണോമിക്സ് ആസ് എ ക്യൂൻ ഓഫ് എക്കണോമിക്സ്. സൈമൺസൺ പറഞ്ഞ ഒരു പ്രൊഫസർ വന്നിട്ട് സോഷ്യൽ സയൻസ് ക്യൂനാണ്, എക്കണോമിക്സിൻ്റെ ക്യൂൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ കാലത്ത് പക്ഷേ എക്കണോമിക്സിൻ്റെ സൂപ്പർ പവർ ഓഫ് സോഷ്യൽ സയൻസ് ആണ്. മീൻസ് എക്കണോമിക്സ് ഇസ് കോൾഡ് സൂപ്പർ പവർ ഓഫ് സോഷ്യൽ സയൻസ്. എക്കണോമിക്സ് വന്നിട്ട് സോഷ്യൽ സയൻസിൻ്റെ സൂപ്പർ പവർ ആണ് എന്നറിയപ്പെടുന്നുണ്ട്. Several economists have defined economics in different ways. There is no definition of economics which is acceptable to all economists. All definitions of the economics may be broadly divided into 4. നമുക്ക് എക്കണോമിക്സിന് ഒരു സ്പെസിഫിക് ഡെഫിനിഷൻ ഇല്ല. കാരണം നമ്മുടെ ലോകത്ത് കുറേ എക്കണോമിസ്റ്റുകാരുണ്ട്. അവർ സ്വന്തമായിട്ട് പല പല ഡെഫിനിഷൻസ് അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ എക്കണോമിസ്റ്റിനും അവരുടെ ഒരു സ്പെസിഫിക് ഡെഫിനിഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അവർ അതിനെ 4 ഡിവൈഡ് ചെയ്തു. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കാർസിറ്റി ഡെഫിനിഷൻ ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ. നമുക്കപ്പോൾ ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് വെൽത്ത് ഡെഫിനിഷൻ? ആരാണ് വെൽത്ത് ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ആഡം സ്മിത്താണ് ഈ വെൽത്ത് ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്ത ആൾ. ഈ വെൽത്ത് ഡെഫിനിഷനെ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആഡം സ്മിത്തിനെ കുറിച്ച് കുറച്ച് നമുക്കറിയാം. ആഡം സ്മിത്ത് വന്നിട്ട് ഒരു സ്കോച്ച് എക്കണോമിസ്റ്റാണ്, ഒരു ഫിലോസഫറാണ്, അതുപോലെ മോറൽ ഫിലോസഫറാണ്. അദ്ദേഹം വന്നിട്ട് ഫാദർ ഓഫ് എക്കണോമിക്സ് ആണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ വേൾഡിൽ എക്കണോമിക്സിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്ത ആൾ. അതേപോലെ അദ്ദേഹം 2 ക്ലാസിക്കൽ വർക്ക്സ് വന്നിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ് ആൻഡ് an inquiry into the nature and causes of wealth of nation. ഇത് 2 ബുക്കാണ് അദ്ദേഹം
പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷന് വെൽത്ത് ഡെഫിനിഷൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. According to Adam Smith, economics is the study of wealth, how wealth is produced and distributed. ഇതാണ് അദ്ദേഹത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷൻ. ഈ ഡെഫിനിഷനിൽ അദ്ദേഹം ഈ നേച്ചറിനെ കുറിച്ചിട്ടും അതുപോലെ കോസസ് ഓഫ് നാഷണൽ വെൽത്തിനെ കുറിച്ചിട്ടും സ്റ്റഡി ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഈ എക്കണോമിക് വെൽത്ത് ഡെഫിനിഷൻ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഈ ചെറിയ ലിമിറ്റഡ് റിസോഴ്സസ് നിന്നും ഈ ഓരോ യൂസസ് ഉണ്ടാവുമല്ലോ, നമുക്ക് ഓരോ സാധനങ്ങൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നൊക്കെ ഇതിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് വെൽത്ത് ഡെഫിനിഷൻ എന്നറിയപ്പെടുന്നത്. നമുക്കിനി ആൽഫ്രഡ് മാർഷലിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ആൽഫ്രഡ് മാർഷൽ പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് എക്കണോമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അത് 1890 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ആ ബുക്ക് വന്നിട്ട് ഒരു ഡോമിനൻ്റ് എക്കണോമിക് ടെക്സ്റ്റ് ബുക്കായിട്ട് ഇംഗ്ലണ്ടിൽ കുറേ വർഷത്തിന് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അദ്ദേഹം നിയോ ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഫൗണ്ടറായിട്ടും അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് വെൽഫെയർ ഡെഫിനിഷൻ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്താണ് നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ എക്കണോമി ഓർ എക്കണോമീസ് is a study of mankind in the ordinary business of life. It examines that part of individual and social actions which is most closely connected with the attainment and with the use of the material requisites of well-being. ഇതിൽ അദ്ദേഹം പറയുന്നത് ഒരു പൊളിറ്റിക്കൽ എക്കണോമി അല്ലെങ്കിൽ എക്കണോമിക്സ് അതിൻ്റെ ബിസിനസ് ഓർഡിനറി മാൻകൈൻഡ് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ഈ വെൽഫെയർ ഡെഫിനിഷൻ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് എന്തൊക്കെ ആവശ്യം വരും, എങ്ങനെ നമുക്ക് ആ മെറ്റീരിയൽസ് റിക്വയർ ചെയ്യാം, എവിടെ നിന്ന് നമുക്കത് ലഭിക്കും, എങ്ങനെ നമുക്കത് മെറ്റീരിയൽസ് റിക്വസൈറ്റ് ചെയ്ത് വെൽ-ബീയിങ് ആയിരിക്കാം, എങ്ങനെ നമുക്കത് ഈ ചെറിയ റിസോഴ്സസിൽ നിന്നും ലിമിറ്റഡ് റിസോഴ്സസിൽ നിന്നും നമുക്ക് അൺലിമിറ്റഡ് വോൺസ് എങ്ങനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് ഈ മെറ്റീരിയൽസ് എല്ലാം സാറ്റിസ്ഫൈ ആക്കാം എന്നതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തതിനെയാണ് ഈ വെൽഫെയർ ഡെഫിനിഷൻ എന്നോ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്നോ അറിയപ്പെടുന്നത്. അദ്ദേഹം ഇതിന് വെൽത്ത് ഈസ് not the end but also only a mean to an end. Means according to him wealth is not the end but only a mean to an end, the end being human welfare. അദ്ദേഹം പറയുന്നത് വെൽത്ത് വന്നിട്ട് ഒരു എൻഡല്ല, ജസ്റ്റ് ഒരു മീൻ ടു ആൻ എൻഡാണ്. ഹ്യൂമൻ വെൽഫെയർ ആണ് ഒരു എൻഡിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹം വെൽത്തിനെ കുറിച്ചിട്ടും മാനിനെ കുറിച്ചിട്ടും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അതുകൊണ്ടാണ് വെൽഫെയർ ഡെഫിനിഷൻ്റെ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനുമായിട്ട് ഒരു വെൽഫെയർ ഡെഫിനിഷനായി മാറിയത്. ഓക്കെ, ഇനി നമുക്ക് റോബിൻസ് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ലയണൽ ചാർലി റോബിൻസ് വന്നിട്ട് ഒരു ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിരുന്നു. അതേപോലെ അദ്ദേഹം ഇംഗ്ലണ്ടിലത്തെ ഒരു സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ പ്രോമിനൻ്റ് മെമ്പറും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ബുക്കുണ്ട്, നേച്ചർ ആൻഡ്
സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് സയൻസ്. അത് 1932 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ലയണൽ റോബിൻസ്, എക്കണോമിക്സ് ഈസ് എ സയൻസ് which studies the man's behavior as a relationship between ends and scarce means which have alternative uses. അദ്ദേഹം ഈ ഡെഫിനിഷനിലൂടെ നമ്മളടുത്ത് പറയുന്നത് നമുക്ക് ഒരു നമ്മുടെ വോൺസ് വന്നിട്ട് അൺലിമിറ്റഡ് ആണ്, പക്ഷേ റിസോഴ്സസ് വന്നിട്ട് ലിമിറ്റഡ് ആണ്. ഈ ഡെഫിനിഷനിൽ എൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വോൺസിനെയാണ്, അതേപോലെ സ്കേഴ്സിൻ്റെ അൺലിമിറ്റഡ് എന്നാണ്. ഈ അൺലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ക്യാപ്പബിലിറ്റി, ഓൾട്ടർനേറ്റീവ് യൂസസ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം. നമുക്കാണെങ്കിലോ ഒരു സാധനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സാധനം എന്ത് നമ്മൾ വാങ്ങും എന്ന് ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് ഒരിക്കലും ഒരു ലിമിറ്റഡ് വോൺസ് ആർക്കും ഉണ്ടാവാറില്ല, അത് ഉണ്ടാകത്തുമില്ല. അതങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ നമുക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതെന്ത് എന്ന് ഇതാണ്. നമുക്ക് അൺലിമിറ്റഡ് വോൺസാണ്, പക്ഷേ നമ്മുടെ ലോകത്താണെങ്കിലോ ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ. അത് വെച്ചിട്ട് നമ്മളെങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും? എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഇതെങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം ഈ അൺലിമിറ്റഡ് വോൺസിന് നമുക്കെങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം. അതുപോലെ എക്കണോമിക്സ് ഈസ് റൈറ്റ്ലി described as a science of choice. എക്കണോമിക്സ് സയൻസ് ഓഫ് ചോയ്സ് എന്ന് റൈറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് മേ ഓൾസോ ബി ഡിസ്ക്രൈബ്ഡ് ആസ് സയൻസ് ഓഫ് സ്കേഴ്സിറ്റി. എക്കണോമിക്സിന് സയൻസ് ഓഫ് സ്കേഴ്സിറ്റി എന്നും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കാരണം സ്കേഴ്സിറ്റി കുറച്ച് റിസോഴ്സസേ ഉള്ളൂ, പക്ഷെ നമ്മുടെ വോൺസ് വന്നിട്ട് അൺലിമിറ്റഡ് ആണ്. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ഇവിടെ റോബിൻസ് പറയുന്നത്. റോബിൻസിൻ്റെ ഈ ഡെഫിനിഷനിലൂടെ പറയുന്നത്. നമുക്കിനി മോഡേൺ ഡെഫിനിഷനിലേക്ക് പോവാം. നമുക്കിനി മോഡേൺ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. മോഡേൺ ഡെഫിനിഷനിൽ വന്നിട്ട് പോൾ ആൻ്റണി സൈമൺസൺ ആണ് ഡെഫിനിഷൻ നൽകിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം മാത്രമല്ല, വേറെ കുറേ പേര് ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. ഇദ്ദേഹം വന്നിട്ട് ഒരു അമേരിക്കൻ എക്കണോമിസ്റ്റാണ്. ദ ഫസ്റ്റ് അമേരിക്കൻ ഹു വിൻ ദ നോബൽ മെമ്മോറിയൽ പ്രൈസ് ഇൻ എക്കണോമിക് സയൻസ്. എക്കണോമിക് സയൻസിൽ വന്നിട്ട് ആദ്യമായിട്ട് നോബൽ പ്രൈസ് വാങ്ങിയ ആൾ ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തിന് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ഇദ്ദേഹം എന്ത് ഡെഫിനേഷനാണ് ഗ്രോത്ത് ഡെഫിനേഷന് നൽകിയിരിക്കുന്നത് എന്ന് നോക്കാം. Economics is the study of how people and society choose, with or without the use of money, to employ the scarce productive resources which could have alternative uses to produce various commodities over time and distribute them for consumption now and in the future among various persons and group of society. ഈ ഡെഫിനിഷനിൽ ഈ ഒരു സിമ്പിൾ വേർഡ്സിൽ ഇത് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ സൊസൈറ്റീസ് യൂസ് scarce resources to produce valuable commodities and distribute them among different people for satisfy their wants.
ഇത് മറ്റവരുടെ ആവശ്യങ്ങൾക്ക് ഈ റിസോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അതുപോലെ മറ്റവരുടെ സാറ്റിസ്ഫാക്ഷൻ വാണ്ട്സിനും വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെ നമ്മുടെ സൊസൈറ്റി സ്കേഴ്സ് ആവുന്നു, നമ്മുടെ ഈ ചെറിയ ലിമിറ്റഡ് റിസോഴ്സസ് എങ്ങനെ മറ്റവർക്ക് സാറ്റിസ്ഫൈ ആക്കാൻ പറ്റും. ഈ ടോപ്പിക്കിൽ ഗ്രോത്ത് ഡെഫിനിഷനിൽ വന്നിട്ട് വെൽത്ത് ഉണ്ട്, വെൽഫെയറിനെ കുറിച്ചിട്ടുണ്ട്, സ്കേഴ്സിറ്റീനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതേപോലെ ഇതെല്ലാം വരുന്ന ഒരു ഡെഫിനേഷനാണ് ഗ്രോത്ത് ഡെഫിനേഷൻ. ഇത് ജസ്റ്റ് പ്രൊഫസർ സൈമൺസൺ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, വേറെ കുറേ ആൾക്കാരുടെ ഡെഫിനേഷൻസും ഉണ്ട്. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് വന്നിട്ട് സൈമൺസൻ്റെ ഡെഫിനേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.